നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞു. ലീഗ് ഘട്ടത്തിൽ ആരോടൊക്കെ ഏറ്റുമുട്ടും എന്നുള്ളത് തീരുമാനമായിരിക്കുന്നു. ഇത്തവണ AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫോർമാറ്റിലൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ അത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾക്ക് പകരം ലീഗ് ഘട്ടമാണ്. 2 സോണുകളിലായിട്ട് 12 വീതം ടീമുകളുള്ള 2 ലീഗുകളുടെ രൂപത്തിലായിരിക്കും നടക്കുക. അപ്പോൾ അൽ നസറിൻ്റെ സോണിൽ അവരാരോടൊക്കെയാണ് ഏറ്റുമുട്ടേണ്ടത്? 8 ടീമുകളോട് ഏറ്റുമുട്ടണം. അതിൽ 4 ടീമുകളുമായിട്ട് ഹോം മത്സരമായിരിക്കും, 4 ടീമുകളുമായിട്ട് എവേ മത്സരമായിരിക്കും. പിന്നീട് ആ ലീഗിൽ തലപ്പത്ത് വരുന്ന 8 ടീമുകൾ റൗണ്ട് ഓഫ് 16ലേക്ക് കടക്കും. അങ്ങനെ 2 സോണിൽ നിന്നും 8 ടീമുകൾ വീതം കടന്നിട്ടാണ് പിന്നീട് റൗണ്ട് ഓഫ് 16 ഉണ്ടാവുക. ഏതായാലും അൽ നസറിൻ്റെ എതിരാളികൾ ആരൊക്കെയാണ്? അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. ഇത്തവണത്തെ AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിൽ അൽ നസറിൻ്റെ ലീഗ് ഘട്ടത്തിലെ എതിരാളികളായിട്ട് വരുന്നത് ഒന്ന് അലൈൻ FC ആണ്. UAEയുടെ അലൈൻ FC, ദെൻ ഖത്തറിൻ്റെ അൽ സാദ്, UAEയുടെ അൽ വസൽ, ഖത്തറിൻ്റെ അൽ റയ്യാൻ. ഈ ടീമുകളോട് അൽ നസർ ഹോം മത്സരമായിരിക്കും കളിക്കുക. പിന്നെ എവേ മത്സരം വരുന്നു. ഇറാഖിൻ്റെ അൽ ഷോർത്ത, ഇറാൻ്റെ പെർസപോലിസ്, ഖത്തറിൻ്റെ അൽ ഖറാഫ, ഇറാൻ്റെ എസ്തിക്ലാൽ. ഈ ടീമുകളോട് അൽ നസറിന് എവേ മത്സരവും വരുന്നു. ചുരുക്കത്തിൽ പുതിയ ഫോർമാറ്റ് അനുസരിച്ച് ലീഗ് രൂപത്തിൽ നടക്കുന്ന മത്സരങ്ങൾ അൽ നസറിൻ്റെ എതിരാളികൾ ആരൊക്കെയാണ് എന്ന കാര്യത്തിൽ ഇവിടെ തീരുമാനമായിരിക്കുന്നു. ഇനി CR7 സംഘവും പോയ സീസണിൽ അവർക്ക് AFC ചാമ്പ്യൻസ് ലീഗിലെ കിരീടം ചൂടാൻ കഴിഞ്ഞിരുന്നില്ല. പ്രഥമ AFC ചാമ്പ്യൻസ് ലീഗ് എലൈറ്റിൽ അവർ കിരീടത്തിലേക്ക് പോകുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.